ഇപ്പോൾ സമയം രാവിലെ 6 മണി. ഇന്ന് എൻ്റെ സഞ്ചാരം മുംബൈയിലെ പ്രശസ്തമായ കടലോര വീതിയെ മറൈൻ ഡ്രൈവിലേക്കാണ്. ദക്ഷിണ മുംബൈയിൽ നരിമാൻ പോയിന്റ് മുതൽ മലബാർ ഹിൽ വരെ സി ആകൃതിയിൽ കടലിൻ്റെ അരികു ചേർന്ന് ഈ റോഡ് വളഞ്ഞു കിടക്കുന്നു. രാത്രിയിൽ മറൈൻ ഡ്രൈവിലെ തെരുവ് വിളക്കുകൾ ഒരു ഹാരത്തെ ഓർമ്മിപ്പിക്കുന്നതിനാൽ ക്വീൻസ് നെക്ലെസ് എന്ന പേരിലും ഈ റോഡ് അറിയപ്പെടുന്നു. നരിമാൻ പോയിന്റ് മുതൽ നടന്നപ്പോൾ കിട്ടിയ ഉന്മേഷം ഒന്ന് വേറെ തന്നെയാണ്. കലാകാരന്മാരുടെ സംഗമവേദിയായ NCPI, ആകാശം മുട്ടുന്ന എയർ ഇന്ത്യ ബിൽഡിംഗ്, നഗരരുചികളുടെ മേളമൊരുക്കുന്ന റെസ്റ്റോറൻറ്റുകൾ, ഇവിടെ കാഴ്ചയുടെ വസന്തം തന്നെയുണ്ട്. അതിരാവിലെ ബോളിവുഡ് സെലിബ്രിറ്റികൾ മുതൽ വ്യവസായ പ്രമുഖർ വരെ പ്രഭാത സവാരിയിൽ നമ്മളോടൊപ്പം നടക്കാനെത്തും. അതാണ് മറൈൻ ഡ്രൈവിലെ പ്രത്യേകത. ഇത് മുംബൈയിലെ ആധുനിക അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കീഴിൽ നിൽക്കുന്ന മെഗാനഗരത്തിൻ്റെ മധ്യത്തിൽ ഒരു വാസ്തുവിദ്യ മാസ്റ്റർപീസായ ഫ്ലോറ ഫൗണ്ടനാണ്. സൗത്ത് മുംബൈയിലെ ഫോർട്ട് ബിസിനസ് ഡിസ്ട്രിക്റ്റിലെ ദാദാബായ് നവറോജി റോഡിലാണ് ഫ്ലോറ ഫൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ സൗന്ദര്യാത്മകമായി കൊത്തിയെടുത്ത ഒരു സ്മാരകമുണ്ട്. റോമൻ വസന്തത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ദേവതയായ ഫ്ലോറയാണ് ഈ ഐക്കണിക് ജലധാരയുടെ കേന്ദ്രബിന്ദു. ഈ രാജകീയ കലാസൃഷ്ടിയുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്ന മറ്റ് 4 രൂപങ്ങളുണ്ട്. തിരക്കേറിയ ഒരു ജംഗ്ഷന്റെ മധ്യത്തിൽ നിൽക്കുന്ന ഈ ഫ്ലോറ ഫൗണ്ടന്റെ കാഴ്ച വൈകുന്നേരം ലൈറ്റുകൾ ഓൺ ചെയ്യുമ്പോൾ ഏറ്റവും നന്നായി ആസ്വദിക്കാം. സമീപത്തായി സന്ദർശകർക്ക് പുരാവസ്തുക്കളും മറ്റു ഉൽപ്പന്നങ്ങളും വാങ്ങാൻ നല്ലൊരു ഷോപ്പിംഗ് സോൺ കണ്ടെത്തിയിട്ടുണ്ട്. സ്മാരകത്തിന് ചുറ്റുമുള്ള പാതകളിലൂടെ നടക്കുമ്പോൾ പ്രദേശത്തെ ചരിത്രപ്രസിദ്ധമായ കൊളോണിയൽ കെട്ടിടങ്ങളും കാണാം. സെൻറ് തോമസ് കാത്തീഡ്രൽ, രാജാബായ് ക്ലോക്ക് ടവർ തുടങ്ങിയ സമീപത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഫ്ലോറ ഫൗണ്ടൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്നു. മുംബൈയിലെ 0 മൈൽ ആയി കണക്കാക്കപ്പെടുന്ന ശിവാജി ടെർമിനസിൽ നിന്നും ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അല്പം അകലെയാണ് ഫ്ലോറ ഫൗണ്ടൻ. ഇത് സ്പാനിഷ് ആസ്ഥാനമായുള്ള ഫാഷൻ ഔട്ട്ലെറ്റ് സാറയുടെ ബിൽഡിംഗ് ആണ്. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ നിരന്തരം ആഡംബര വിപണിയിൽ ഫാഷൻ ഉൽപ്പന്നങ്ങൾക്കായുള്ള വർദ്ധിച്ചു വരുന്ന ഡിമാൻഡും സാറയെ വലിയൊരു ബ്രാൻഡാക്കി മാറ്റി. ഫോർട്ടിലെ ഉദാത്മ ചൗക്ക് സ്ക്വയറിൽ സ്ഥിതി ചെയ്യുന്ന ഈ 4 നില കെട്ടിടം 51,300 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യയിലും ഏഷ്യയിലും തുടർച്ചയായി പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും പഴക്കമുള്ള പത്രമായ മുംബൈ സമാചാറിൻ്റെ ബിൽഡിംഗ്. ഇപ്പോൾ ലോകം വിരൽ തുമ്പിൽ എന്ന് പറയുന്ന കാലത്തും വായനക്കാരുടെ കൈകളിലേക്ക് പ്രൗഢിയോടെ വിരിയുന്ന മുംബൈ സമാചാർ രാജ്യത്ത് നിലനിൽക്കുന്ന ദിനപത്രങ്ങളിൽ ഏറ്റവും പഴക്കമേറിയതും ലോകത്ത് നിലനിൽക്കുന്നതിൽ ഏറ്റവും പഴക്കമേറിയതിൽ 4ാം സ്ഥാനവുമാണ്. 2 ലോകയുദ്ധങ്ങൾ, മഹാമാരികൾ, ബ്രിട്ടീഷ് ഭരണം, സ്വാതന്ത്ര്യ സമരം എല്ലാറ്റിനും സാക്ഷ്യം വഹിച്ച ഇന്ത്യൻ മാധ്യമരംഗത്ത് അപൂർവം ചരിത്രം കുറിച്ച മുംബൈ സമാചാറിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ചർജിംഗ് ബുൾ, കോമൺ മാൻ, മുംബൈയിലെ ഹോർണിമാൻ സർക്കിളിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. എത്ര പരിമിതമായ ജീവിത സാഹചര്യത്തിലും പകലിലേക്ക് ഉണരുന്ന മനുഷ്യരാണ് ഞാൻ മുംബൈയിൽ കണ്ടത്. ഞാൻ ആലോചിച്ചു, ഇവർക്ക് സ്വപ്നങ്ങളില്ലേ? ജീവിതത്തിന് ലക്ഷ്യങ്ങളില്ലേ? ദൂരെ ദൂരെ ആകാശത്തോട് ഉരുമിയെന്ന പോലെ നിൽക്കുന്ന കെട്ടിടങ്ങൾ, വഴിയോരങ്ങളിൽ കൊച്ചു കൊച്ചു വീടുകൾ, അതിനിടയിൽ മാലിന്യ കൂമ്പാരങ്ങൾ, വിവിധ വർണ്ണങ്ങൾ വാരിപ്പൂശിയ കൊച്ചു കോൺക്രീറ്റ് വീടുകളുടെ മതിലുകൾ, തട്ടുകടകൾ. ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഇനി എൻ്റെ യാത്ര അവിടേക്കാണ്. നാട്ടിൽ നിന്ന് യാത്ര തിരിച്ചതു മുതൽ
ആ ഒരൊറ്റ പേര് മാത്രമാണ് മനസ്സിൽ പതിഞ്ഞിരുന്നത്. ആ ഓർമ്മയിലാണ് ഞാൻ ഓട്ടോയിൽ കയറിയതും. ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി എന്നറിയപ്പെടുന്ന ധാരാവി ഇന്ന് മുംബൈ മഹാനഗരത്തിന് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. 10 ചതുരശ്ര അടിയുള്ള കുടുസുമുറികളിൽ താമസിക്കുന്ന നിരവധി മനുഷ്യരുണ്ട് ഇവിടെ. അടുക്കളയും ഡ്രൈവിംഗ് റൂമും കിടപ്പുമുറിയുമെല്ലാം ഒറ്റ മുറിയിൽ ഒതുക്കുന്ന സാധാരണയിൽ സാധാരണക്കാർ. നീണ്ട യാത്രയുടെ ക്ഷീണം കണ്ണുകളിൽ വന്ന് വികൃതി കാണിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കണ്ണുകൾ പുറം കാഴ്ചകളിലേക്ക് ഓടിയിട്ടു. മാറി മാറി വരുന്ന കാഴ്ചകൾ. ഒരു മുരൾച്ചയോടെ ഓട്ടോ ഓടിത്തുടങ്ങുകയാണ്. ധാരാവിൽ എവിടെയെന്ന ചോദ്യത്തിന് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് സാധാരണക്കാർ കഴിയുന്ന ചേരികൾ, അവിടെ ഇറക്കിയാൽ മതി എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞൊന്നും അവന് മനസ്സിലായില്ല. ചെറിയൊരു നഗരത്തിൽ ഓട്ടോ നിർത്തി ഓട്ടോക്കാരൻ മുന്നിലുള്ള റോഡിലേക്ക് കൈ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, ഭായ് സാബ് യഹേ ധാരാവി. ഓട്ടോയിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടന്നു. ധാരാവിയിലെ മാർക്കറ്റ് കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. നഗരമാലിന്യങ്ങൾക്കിടയിലുള്ള പുഴുപറയുന്ന പോലെ ജീവിതങ്ങൾ. അമേദ്യം ഒഴുകി പരക്കുന്ന രൂക്ഷഗന്ധം വമിക്കുന്ന കാനകൾക്ക് മുകളിലിരുന്നും പല സാധനങ്ങൾ, പച്ചക്കറികൾ വിൽക്കുന്നവർ. അതെ, അവർ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ പഠിച്ചവരാണ്. അതാണ് ധാരാവിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ്. അവിടെ അവർ കറുത്ത മണ്ണിൽ പണിയെടുക്കുന്നു. ഫാക്ടറികളിൽ വൈവിധ്യങ്ങളായ വസ്തുക്കൾ പ്രൊഡക്ഷൻ ചെയ്യുന്നു. മലയാളികൾ മടിയന്മാരാണ് എന്ന് പുറത്തുള്ളവർ വാങ്ങാൻ വിധിക്കപ്പെട്ടവരാണ്. അതിജീവനം അതുമാത്രമാണ് ഇവിടെ എല്ലാവരുടെയും ജീവിതമന്ത്രം. ഉറങ്ങാൻ കിടക്കുമ്പോൾ തലയ്ക്ക് മീതെയുള്ള മേൽക്കൂര നേരം പുലരുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എൻ്റെ ഓരോ നടത്തത്തിലും ധാരാവി എന്നെ പലതും പഠിപ്പിക്കുകയാണ്. ചിന്തിക്കാൻ പോലും സമയം നൽകാതെ. നമ്മുടെ എല്ലാ അഹങ്കാരവും പൊങ്ങച്ചവും അലിഞ്ഞു പോകും ഈ നഗരത്തിലൂടെ ഒന്ന് നടന്നാൽ. ഒരു ഞെട്ടലോടെ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഈ നഗരം നൽകുന്നത് ഒരു പൊള്ളലിൻ്റെ ചൂടോടെയാവും. ഒരു വലിയ ക്യാൻവാസിലെ ഒരു ചെറിയ പുള്ളി മാത്രമാണ് നാം എന്ന് അനുനിമിഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ധാരാവി. ഷീറ്റുകൾ കൊണ്ട് മേൽക്കൂര പണിത് ഷീറ്റുകൾ വലിച്ചു കെട്ടിയ ഒറ്റമുറി കുടിലുകളും മലിനമായ ഓടകളും മനുഷ്യവിസർജ്യത്തിൻ്റെ നാറുന്ന മുഖവുമുള്ള തെരുവുകളിലൂടെ നടക്കുമ്പോൾ നാം എത്ര ഭാഗ്യവാന്മാർ എന്ന് 1000 വട്ടം മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. സിനിമകൾ കഥ പറഞ്ഞ് പേടിപ്പിക്കുന്ന മുഖങ്ങളോ അധോലോക രാജാക്കന്മാരോ ഒന്നും ഇന്ന് ധാരാവിയില്ലെന്ന് മനസ്സിലായി. 1000-ലധികം പേർക്കായി ഉപയോഗിക്കുന്ന ഒരു പൊതു ശൗചാലയമുള്ള ജീവിതം തള്ളി നീക്കാൻ പകലന്തിയോളം കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ഒരുപാട് മനുഷ്യമുഖങ്ങളെ മാത്രമാണ് അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വികലാംഗരാക്കി കളവിനും പോക്കറ്റടിക്കും ഭിക്ഷയാചിക്കാനും ഉപയോഗിക്കുന്ന എത്രയെത്ര കഥകളാണ് നാം കുട്ടിക്കാലത്ത് കേട്ടിരുന്നത്. എന്നാൽ ധാരാവി ഇന്നാകെ മാറിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ ചേരി പ്രദേശമായ ധാരാവി പാവങ്ങളുടെ താമസ സ്ഥലം മാത്രമല്ല ഇത്. പ്രതിവർഷം 82,000 കോടി രൂപയുടെ വിറ്റുവരവുള്ള ചെറുകിട വ്യവസായ മേഖല കൂടിയാണ്. മതങ്ങൾക്കും ജാതിഭേദങ്ങൾക്കും പ്രദേശങ്ങൾക്കപ്പുറം വാണിജ്യ തലസ്ഥാനമായ മുംബൈയിൽ ജീവനോപാധി തേടിയെത്തുന്ന കുടിയേറ്റക്കാരെ ധാരാവി നെഞ്ചിലേറ്റി സംരക്ഷിച്ചു. അങ്ങനെ വൈവിധ്യമാർന്ന സമൂഹങ്ങൾ തോളോട് ചേർന്നെടുത്തതാണ് ധാരാവി. പിന്നെ മോഹൻലാൽ സിനിമയിലെ ഡയലോഗ് പോലെയല്ല, ഒരു രാത്രി ഒഴിപ്പിക്കുന്നത് പോയിട്ട് അവിടെ നിന്നൊരു മുട്ട സൂചി പോലും കടത്തിക്കൊണ്ടുപോകാൻ ഒരാൾക്കും കഴിയില്ല എന്നതാണ് സത്യം. ഏത് വെല്ലുവിളികളെയും പോരാടി അതിജീവിക്കുന്നവരാണ് ധാരാവിക്കാർ. എന്തിനേയും നേരിടാനുള്ള നെഞ്ചുറപ്പാണ് അവരുടെ ബലം. ഇതാണ് പുറം ലോകത്തെ ഭയപ്പെടുത്തുന്നതും. എന്നാൽ ഒന്നിനോടും പരിഭവമില്ലാതെ അവർ സന്തോഷത്തോടെ അവിടെ കഴിയുന്നു.